Hi viewers, welcome to my channel Wonder in Kitchen. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചില്ലി എഗ്ഗാണ്, എഗ് ചില്ലി. അത് പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ മുട്ട പൊട്ടിച്ച് 6 മുട്ട എടുത്തിട്ടുണ്ട്. 6 മുട്ട പൊട്ടിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കോഴി വെച്ച മുട്ടയാണ്. മുട്ട കടയിൽ നിന്ന് മേടിക്കാറേ ഇല്ല. ആറ് മുട്ട ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ്, കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ തടയി കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇത് അതിനകത്തേക്ക് ഒഴിക്കും. ഒഴിച്ചിട്ട് ഞാനിതൊരു സ്റ്റീമറിനകത്തേക്ക് വെക്കാൻ പോവാണ്. സ്റ്റീമർ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നുണ്ട് വെള്ളം. അതിനകത്തേക്ക് ഞാനിത് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് അടച്ചു വെക്കും. മുട്ട എന്തായി നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത്. ഇത് നല്ലോണം ആയിട്ടുണ്ട്. ഫോർക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. നമുക്കിത് എടുക്കാം. ഇത് സ്റ്റീമർ ഇല്ലെങ്കിലും അപ്പച്ചെമ്പിൽ ആവി കയറ്റിയാലും മതി. അപ്പച്ചെമ്പിൽ തട്ടിന് മുകളിൽ ഇത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചാലും മതി. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഇപ്പം മുട്ട കുഞ്ഞു കുഞ്ഞു പീസാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ പോവാണ്. ഇത് എന്തെല്ലാമെന്ന് വെച്ചാൽ 3 സ്പൂൺ കോൺഫ്ലോർ, 2 ടീസ്പൂൺ മൈദ, പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്. ഈ 4ഉം കൂടി പെരക്കി വെച്ചിട്ട് ഈ മുട്ട അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കും. ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മുട്ടയുടെ പീസ് ഓരോന്ന് എടുത്തിട്ട് മുക്കിയെടുത്തിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാൻ ഇപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ കൂട്ടിക്കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഓരോരോ പീസായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ പീസായിട്ട് മുക്കി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം മറിച്ചിട്ട് കഴിയാറായിട്ടുണ്ട്. മറിച്ചിട്ട് നമുക്ക് ഏകദേശം ആയെന്ന് തോന്നുന്നു. നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇത് മുട്ട ഓൾറെഡി വെന്തതായതുകൊണ്ട് കൂടുതൽ വേവേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ എല്ലാം കോരി എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് നമുക്കൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇടും. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയാൽ മതി, നല്ലോണം ഫ്രൈ ആവണ്ട. അന്നേരം നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് ഉള്ളി ഇടാം. ഇതിപ്പോൾ 2 വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞതാണ്. ഇതിപ്പോൾ ഉള്ളി ഇപ്പോൾ ഏകദേശം ആ പച്ചമണം മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി ആവുമ്പോൾ നമുക്കിത് വഴറ്റുന്നത് നിർത്താം. ഉള്ളി ഇത്രയും മതി, ഇത്രയും വഴറ്റിയാൽ മതി. ഇനി നമുക്ക് അതിനകത്തേക്ക് ക്യാപ്സിക്കം കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞു വെച്ചതുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ആവണ്ട, ഇത് ചെറിയൊരു പച്ചമണം മാറിയാൽ മാത്രം മതി. ക്യാപ്സിക്കത്തിൻ്റെ ആ പച്ച സ്മെല്ല് മാറിയിട്ടുണ്ട്, ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും ആണ് എടുത്തിരിക്കുന്നത്. ഓരോ ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സോയാ സോസാണ്. പിന്നെ വേണ്ടത് കോൺഫ്ലോർ, 1 സ്പൂൺ കോൺഫ്ലോർ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ കുറച്ച് വെച്ചിട്ടാണുള്ളത്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഈ മുട്ടയുടെ പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഞങ്ങളിതിപ്പോൾ കഴിക്കാൻ പോകുന്നത് ഗീ റൈസിൻ്റെ കൂടെയാണ്. ഗീ റൈസ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. താങ്ക് യു.